Hello friends, welcome to our channel Civil Zone for Civil Engineering Competitive Exams. So നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് സർവേയിങ്. സർവേയിങ് ഓവർസിയർ മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിനൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഓവർസിയർ എക്സാംസിനൊക്കെ 20 ക്വസ്റ്റ്യൻ മേലെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം നമുക്ക് മനസ്സിലാക്കാതിരുന്നു തന്നെ. സോ നമ്മളിവിടെ ഈ ഒരു ലെക്ചർ സീരീസിൽ ഓരോരോ ലെക്ചറായിട്ട് നമ്മൾ ഓരോ സർവേയിങ്ങിലെ ടോപ്പിക്സും അതിലെ സബ് ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓരോ സബ് ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ ഓരോ വീഡിയോസ് അപ്പോൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സർവേയിങ് എന്താണ്, പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേയിങ് ആണ്. സർവേയിങ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് പല മെത്തേഡ്സിൽ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ എ എന്നുള്ളൊരു പോയിന്റിനെ എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. ബി എന്നുള്ള പോയിന്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ എന്നുള്ള പോയിന്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ബി എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഉള്ള ഡിസ്റ്റൻസ്, ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് സർവേയിങ്. അവിടേക്കുള്ള എയിൽ നിന്ന് തന്നെ ബിയിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ലെവലിംഗ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. സോ സർവേയിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർവേ ചെയ്യുന്നത്. പിന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക, സെറ്റിംഗ് ഔട്ട്, അങ്ങനത്തെ പ്രോസസ്സിനൊക്കെ നമ്മൾ സർവേ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്കിനി പോവാം. പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേ. സർവേനെ മെയിനായിട്ട്, അതായത് പ്രൈമറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ എന്നാണ്. സോ പ്ലെയിൻ സർവേ നമുക്കറിയാം, സാധാരണ എർത്ത് പ്ലെയിൻ അല്ല, അതിനൊരു ഷേപ്പ് ഉണ്ട്. ആ ഒരു ഷേപ്പാണ് ഒബ്ലൈറ്റ് സ്ഫെറോയിഡ് എന്ന് പറയുന്നത്. ആ ഒരു ഷേപ്പാണ് ഈ ഒരു ഫിഗറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു മുട്ട പോലത്തെ ഒരു ഷേപ്പ്. അതായത് ഇതിൻ്റെ ഹോറിസോണ്ടൽ ആക്സിസിൻ ലെങ്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഹോറിസോണ്ടൽ ആക്സിസിനെ വിളിക്കുക നമ്മൾ പോളാർ ആക്സിസ് എന്നും, ഇക്വിറ്റോറിയൽ ആക്സിസ് എന്നും, ഇത് വെർട്ടിക്കൽ ആക്സിസ് പോളാർ ആക്സിസ് ആണ്. അപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇക്വിറ്റോറിയൽ ആക്സിസ് സംവാട്ട് കുറച്ച് വലുതാണ് പോളാർ ആക്സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ. എത്രത്തോളം വലുതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 0.34% ആണ് വലുത്, ഏത് ഇക്വിറ്റോറിയൽ ആക്സിസ്. സോ അത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കാം. സോ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലൈറ്റ് സ്ഫെറോയിഡ് ആണ്. അപ്പോൾ ഇനി പ്ലെയിൻ സർവേ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പ്ലെയിൻ സർവേ പേര് പോലെ തന്നെ എർത്തിൻ്റെ ഈ സ്ഫെറിക് ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് എർത്തിനെ ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സർവേയാണ് പ്ലെയിൻ സർവേ. സോ രണ്ടാമത്തെ എൻ്റെ സ്പെക്യുലാരിറ്റി എന്ന് വെച്ചാൽ, അത് നമുക്കറിയാം അതിൻ്റെ സർഫസ് കർവേച്ചർ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ഏരിയയിൽ മാത്രം ആ ഒരു ടൈപ്പ് സർവേ നമുക്ക് അഡോപ്റ്റബിൾ ആയിട്ടുള്ളൂ. അതായത് 260 km² താഴെയുള്ള ഏരിയാസിൽ മാത്രമാണ് നമുക്ക് പ്ലെയിൻ സർവേ അഡോപ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ കർവേച്ചർ, എർത്തിൻ്റെ ഷേപ്പ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ വേരിയേഷൻസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് അക്യുറസി കുറവായിരിക്കും, ലെസ് അക്യുറേറ്റ് ആണ് പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. സർവേ ലൈൻസ് എന്ന് പറയുന്നത് ഇതിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. അതായത് സർവേ ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അതായത് ഇങ്ങനെ സർവേ ലൈൻസ് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ലൈക്ക് എ പ്ലെയിൻ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുക. ആൻഡ് ആംഗിൾസും പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. പിന്നെ പറയുന്ന സ്പെഷ്യൽ പ്ലെയിൻ സർവേയിൽ പ്ലംബ് ലൈൻസ് പാരലൽ ആയിരിക്കും. ഇതാണ് എർത്ത് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പ്ലംബ് ലൈൻസ് ഈ എർത്ത് സർഫസിൽ നിന്ന് ഇടുകയാണെങ്കിൽ ഓരോ പ്ലംബ് ലൈൻസ് എന്ന് വിചാരിക്കുക. ഈ ഓരോ പ്ലംബ് ലൈൻസും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും ഇൻ കേസ് ഓഫ് പ്ലെയിൻ സർവേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്ലെയിൻ സർവേയിലുള്ള. ഇനി നമുക്ക് ജിയോഡറ്റിക് സർവേ ഒന്ന് നോക്കാം. ജിയോഡറ്റിക് സർവേ നമുക്ക് പ്ലെയിൻ സർവേ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം അതിൻ്റെ നേരെ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മിക്ക കാര്യങ്ങളിലും വരുന്നത്. അതായത് പ്ലെയിൻ സർവേയിൽ അതിൻ്റെ എർത്തിൻ്റെ ഷേപ്പ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ
ജിയോഡറ്റിക് സർവേയിൽ എർത്ത് സർഫസ് ആക്ച്വൽ എർത്ത് സർഫസ് ഷേപ്പ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒബ്ലേറ്റ് സ്ഫെറോയിഡ് എന്നുള്ള ഷേപ്പ്, അതായത് ആ ഷേപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് ജിയോഡറ്റിക് സർവേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും നമുക്ക് പറയാം. പിന്നെ കൂടുതൽ ഇവിടെ 260 km² ആയിരുന്നു അടുത്ത ലിമിറ്റ്. ആ ഒരു ഏരിയാസിന് മേലെ ഉള്ള സർവേസിനൊക്കെ നമ്മൾ ജിയോഡറ്റിക് സർവേ ആണ് യൂസ് ചെയ്യുക. മെയിൻലി യൂസ് ചെയ്യുന്ന സർവേ അപ്പോൾ ജിയോഡറ്റിക് സർവേ തന്നെയായിരിക്കും, കൂടുതൽ അക്യുറസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സർവേ എന്ന് പറയുന്നത് ജിയോഡറ്റിക് സർവേ തന്നെയാണ്. സോ ഇവിടെ സർവേ ലൈൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിൻ ഹിയർ ദി സർവേ ലൈൻസ് ആർ ആർക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിരിക്കും. അതായത് ഇതിലെ സർവേ ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഫെറിക്കൽ ആയിട്ടാണ് ഫോം ചെയ്യുക. ഇതാണ് സർവേ ലൈൻസ് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ. സ്ഫെറിക്കൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും സ്ഫെറിക്കൽ ആംഗിൾസ് ആയിരിക്കും, സ്ഫെറിക്കൽ ആംഗിൾസ് ആണ്. മറ്റേതിൽ എങ്ങനെയായിരുന്നു, പ്ലെയിൻ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തത് ഇൻ കേസ് ഓഫ് പ്ലെയിൻ സർവേ, ആൻഡ് ഫോം ചെയ്യുന്ന ആംഗിളിനെ പ്ലെയിൻ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലംബ് ലൈൻസ്. ഇവിടെ പ്ലംബ് ലൈൻസ് എന്ന് പറയുന്നത് ജിയോഡറ്റിക് സർവേയിൽ എല്ലാവരും കൂടി എർത്തിന്റെ സെന്ററിൽ മീറ്റ് ചെയ്യും. ബട്ട് പ്ലെയിൻ സർവേയിൽ എങ്ങനെയായിരുന്നു, പാരലൽ ആയിരുന്നു. ഫിഗർ വരച്ച് കാണിക്കുകയാണെങ്കിൽ, അതായത് ജിയോഡറ്റിക് സർവേയിൽ പ്ലംബ് ലൈൻസ് ഒക്കെ എർത്തിന്റെ സർഫസിൽ വന്ന് മീറ്റ് ചെയ്യും. ഇങ്ങനെ വന്നിട്ട് ഇതാണ് പ്ലംബ് ലൈൻസ് എന്ന് വയ്ക്കുക, എർത്തിന്റെ സർഫസിൽ എല്ലാവരും കൂടി മീറ്റ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് പ്ലെയിൻ സർവേ ഈ ഓരോ പ്ലംബ് ലൈൻസ് നേരത്തെ കാണിച്ച പോലെ ഒക്കെ പാരലൽ ആയിരിക്കും. അതാണ് ഡിഫറൻസ്. ആ ഡിഫറൻസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യം ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എർത്തിന്റെ ഷേപ്പ് ഇഗ്നോർ ചെയ്യുന്നു പ്ലെയിൻ സർവേയിൽ, ജിയോഡറ്റിക് സർവേയിൽ കൺസിഡർ ചെയ്യുന്നു. പ്ലെയിൻ സർവേയിൽ ലെവൽ ലൈൻസ് സ്ട്രൈറ്റ് ആണ്, മറ്റേതിൽ കർവ്ഡ് ആണ്. പ്ലെയിൻ ട്രയാങ്കിൾസ് ആണ് ഫോം ചെയ്യുന്നത്, മറ്റോടത്ത് സ്ഫെറിക്കൽ ട്രയാങ്കിൾസ്. പ്ലംബ് ലൈൻസ് പാരലൽ ആയിരുന്നുവെങ്കിൽ മറ്റോടത്ത് പ്ലംബ് ലൈൻസ് എർത്തിന്റെ സെന്ററിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഏരിയയിലാണ്, അതായത് 260 km² ഏരിയന് താഴെയാണ് പ്ലെയിൻ സർവേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേത് 260 km² മേലെയാണ്. അക്യുറസി പ്ലെയിൻ സർവേയിൽ കുറവാണ്, ജിയോഡറ്റിക് സർവേയിലാണ് കൂടുതൽ. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ജിയോഡറ്റിക് സർവേ ഹയർ അക്യുറസി ഇസ് അച്ചീവ്ഡ് ബിക്കോസ്. ജിയോഡറ്റിക് സർവേയിൽ കൂടുതൽ അക്യുറസി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതെന്തുകൊണ്ടാണ് കൂടുതൽ അക്യുറസി ഉണ്ടാവാൻ കാരണം? ഒന്നാമത്തെ ഓപ്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ കർവ്ഡ് ലൈൻസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. കർവ്ഡ് ലൈൻസിന് ഇടയിലുള്ള ആംഗിൾസ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട്. ഓപ്ഷൻ ബി, കർവേച്ചർ ഓഫ് എർത്ത് സർഫസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എർത്തിന്റെ കർവേച്ചർ സർഫസ്, കർവ്ഡ് സർഫസ് എടുക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നത് കൊണ്ട്. എർത്തിന്റെ കർവ്ഡ് സർഫസ് എടുക്കാത്തത് കൊണ്ട്, ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടെന്നാണ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം ജിയോഡറ്റിക് സർവേ കൂടുതൽ അക്യുറേറ്റ് ആവാനുള്ള കാരണം നമ്മൾ പഠിച്ചതാണ്. എർത്തിന്റെ സർഫസ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്, കർവേച്ചർ ഓഫ് എർത്ത് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇഫ് ദി ലിമിറ്റ് ഓഫ് സർവേ ഈസ്. എർത്തിന്റെ കർവേച്ചർ എടുക്കുന്നത് എപ്പോഴാണ്? അതായത് എർത്തിന്റെ കർവേച്ചർ എടുക്കുന്ന ജിയോഡറ്റിക് സർവേയിലാണ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഓപ്ഷനിൽ നമുക്ക് കാണാം 250 km² മേലെയുള്ള കേസിലാണ് എടുക്കുന്നത്. നമ്മൾ പഠിച്ചത് 260 ആയിരുന്നു, ബട്ട് ഇവിടെ ഉള്ളത് 250 km² മേലെ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തു. നമുക്കിനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ട്രിഗണോമെട്രിക് സർവേ ഈസ് ഓൾസോ നോൺ ആസ്. ട്രിഗണോമെട്രിക് സർവേനെ പറയുന്ന മറ്റൊരു പേര് ജിയോഡറ്റിക് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലാൻഡ് സർവേ, അസ്ട്രോണമിക്കൽ സർവേ. ജിയോഡറ്റിക് സർവേനെ തന്നെയാണ് ട്രിഗണോമെട്രിക് സർവേ എന്നും ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ എന്നൊക്കെ വിളിക്കുന്നത്. സോ ജിയോഡറ്റിക് സർവേയുടെ മറ്റൊരു പേരാണ് ട്രിഗണോമെട്രിക് സർവേ അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ. സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു. സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഡെറാഡൂണിലാണ്. സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിൽ. ഞാനൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് വന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, സോൾവ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.